ഏവർക്കും ഉബുണ്ടു വിദ്യാലയത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC മോഡൽ പരീക്ഷയിൽ ചോദിച്ച തിയറി ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. പ്രോഗ്രാം പ്രവർത്തിക്കുന്ന സമയത്ത് നെയിം എന്ന ചരത്തിലേക്ക്, നെയിം എന്ന വേരിയബിളിലേക്ക് നിങ്ങളുടെ പേര് എൻ്റർ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇതിൽ താഴെ തന്നിരിക്കുന്നതിൽ ഏത് പ്രോഗ്രാമാണ്? അതായത് വേരിയബിളിലേക്ക് നമ്മൾ പേര് എൻ്റർ ചെയ്ത് കൊടുക്കണം. നമുക്കിവിടെ കാണാം നെയിം ഈക്വൽ ടു എൻ്റർ ദ നെയിം ഇൻപുട്ട് എൻ്റർ ദ നെയിം ഇൻറ്റ് ഇൻപുട്ട്, നെയിം പ്രിൻറ്റ് എൻ്റർ ദ നെയിം. നമുക്കറിയാം പ്രിൻ്റ് എന്നുള്ളത് ഒരിക്കലും നമുക്ക് ഇൻപുട്ടായിട്ട് നൽകാൻ പറ്റുന്നതല്ല, അതുകൊണ്ട് ഡി ഓപ്ഷനല്ല. മറ്റൊന്നാണ് ഇൻപുട്ടുണ്ട്, പക്ഷേ അത് ഇൻറ്റ് എന്ന ഒരു ടൈപ്പാണ് നൽകിയിരിക്കുന്നത്. ഇൻറ്റ് കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ഡെസിമൽ അല്ലാത്തൊരു നമ്പർ നമുക്ക് പ്രോസസ്സ് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഇൻറ്റ് ഇൻപുട്ടിന് മുന്നിലായി ചേർക്കുന്നത്. ഇപ്പോൾ ഇവിടെ ബി ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ഉത്തരം, നെയിം ഇൻപുട്ട് എൻ്റർ ദ നെയിം. നമുക്ക് അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. അടുത്തൊരു ചോദ്യം തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൽ വിട്ടുപോയിട്ടുള്ള ഭാഗങ്ങൾ പൂരിപ്പിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കാണാം 4 നിറങ്ങളിലായി ഒരു സ്ക്വയർ നിർമ്മിച്ചിരിക്കുകയാണ്. ഈ 4 നിറങ്ങളിൽ ഈ സ്ക്വയർ നിർമ്മിക്കണമെങ്കിൽ നമുക്ക് താഴെ തന്നിരിക്കുന്നതിൽ ഏത് കോഡാണ് വേണ്ടത്? നമുക്കറിയാം ഇത് 90 ഡിഗ്രിയാണ് ഓരോ ഭാഗങ്ങളിലേക്കും തിരിയേണ്ടത്. അപ്പോൾ റൈറ്റ് എന്നുള്ളത് ഉപയോഗിച്ചിട്ടാണ് 90 ഡിഗ്രി ടേൺ ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് 90 എന്നുള്ളത് മറ്റൊരിടത്തും തന്നെ കാണുന്നില്ല. ഇതാണ് റൈറ്റ് 90. പിന്നെ റൈറ്റ് 90 തിരിഞ്ഞതിന് ശേഷം വീണ്ടും ഫോർവേഡ് ചെയ്യുന്നു, വീണ്ടും റൈറ്റ് 90, വീണ്ടും ഫോർവേഡ്, അങ്ങനെ 4 കളറുകൾ വീതം ഇവിടെ ആവർത്തിച്ചു വരുന്നു. അപ്പോൾ ആൻസർ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ പൈത്തൺ ലിസ്റ്റ് നിർമ്മിക്കുന്നതിനുള്ള നിർദ്ദേശം തിരഞ്ഞെടുക്കുക. നമുക്കറിയാം പൈത്തൺ ലിസ്റ്റ് എന്നത് ഏതെങ്കിലും ഒരു വേരിയബിളിന്, ചരത്തിന് ഒന്നിലധികം വാല്യൂ 1 by 1 ആയിട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലിസ്റ്റുകൾ. അതിൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിൽ ഫ്ലവേഴ്സ് വരുന്നു, ഈക്വൽ ടു ബ്രാക്കറ്റ്, സ്ക്വയർ ബ്രാക്കറ്റ് തുറന്നതിന് ശേഷം ടെക്സ്റ്റുകളെല്ലാം ഡബിൾ കോട്ട്സിലാണ് നൽകേണ്ടത്. ഡബിൾ കോട്ട്സിൽ നൽകി കോമ, അടുത്ത ടെക്സ്റ്റ് വീണ്ടും ഡബിൾ കോട്ട്സിൽ, വീണ്ടും കോമ, ഡബിൾ കോട്ട്സിൽ. ഇപ്പോൾ ഈ ഒരു സിൻടാക്സ് വരുന്നത് ഓപ്ഷൻ ബി മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. പൈത്തൺ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. പൈത്തൺ ലിസ്റ്റ് നിർമ്മിച്ച് പ്രിൻറ്റ് ചെയ്യുന്നതിനുള്ള പ്രോഗ്രാമാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള ലിസ്റ്റ് വരേണ്ട പ്രോഗ്രാം ഏതാണ് നമുക്ക് നോക്കാം. നമുക്കറിയാം ലിസ്റ്റ് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സ്ക്വയർ ബ്രാക്കറ്റ് നിർബന്ധമായിട്ടുണ്ടാവണം. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടില്ല, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടില്ല, ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് വന്നിട്ടില്ല. അപ്പോൾ ആൻസർ കൃത്യമായിട്ട് വരുന്നത് HLL. അത് കഴിഞ്ഞ് കൃത്യമായിട്ട് സ്ക്വയർ ബ്രാക്കറ്റ്, ഡബിൾ കോട്ട്സിൽ ലെറ്റർ ഉണ്ട്, കോമ, ഡബിൾ കോട്ട്സിലുണ്ട്. അപ്പോൾ ഒരു കൃത്യമായ സിൻടാക്സിൽ തന്നെ വന്നിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ. മറ്റൊരു ചോദ്യം പരിശോധിക്കാം. തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ നമുക്കറിയാം വേരിയബിൾ A ഈക്വൽ ടു 8 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഇഫ് കണ്ടീഷനാണ് A ഗ്രേറ്റർ ദാൻ 5. A 5ൽ കൂടുതലാണെങ്കിൽ, നമുക്കറിയാം ഇവിടെ 8 എന്നാണ്, 5ൽ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ എസ് എന്ന് പ്രിൻറ്റ് ചെയ്യാനാണ്. അപ്പോൾ ആൻസർ എസ് എന്നാണ് വരേണ്ടത്. അപ്പോൾ ഓപ്ഷൻ സി എസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. തന്നിരിക്കുന്ന പൈത്തൺ പ്രോഗ്രാം ഇത് റൺ ചെയ്യുന്ന സമയത്ത് ഹായ് എന്നുള്ളത് എത്ര തവണ പ്രിൻറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ഇവിടെ നമ്മളൊരു വേരിയബിൾ കൊടുത്തിട്ടുണ്ട് ഐ, അതിൻ്റെ റേഞ്ച് 1 to 3 ആണ്. ഇപ്പോൾ 1 to 3 എന്ന് നൽകിയാൽ 1ഉം 2ഉം മാത്രമാണ് അത് റീഡ് ചെയ്യുക. അപ്പോൾ 2 തവണയാണ് ഈ ഹൈ എന്നുള്ളത് വരുന്നത്. 3 എന്ന നമ്പറിലേക്ക് എത്തില്ല, 1ഉം 2ഉം. ഇവിടെ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അതിന് തൊട്ട് മുൻപുള്ള നമ്പർ വരെയാണ് റീഡ് ചെയ്യുക. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി 2 എന്നുള്ളതാണ്. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. 3 സംഖ്യകളുടെ ആവറേജ് ശരാശരി കാണുന്നതിനുള്ള ഒരു പൈത്തൺ പ്രോഗ്രാമാണ് തന്നിരിക്കുന്നത്. ഇതിൽ വിട്ടുപോയിട്ടുള്ള ഭാഗം ഏതാണ് എന്നുള്ളത് കണ്ടെത്താനാണ്. ആവറേജ് കണ്ടെത്തുന്നതിന്, ശരാശരി കണ്ടെത്തുന്നതിന് ടോട്ടൽ നമ്പേഴ്സിൻ്റെ ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ, സംഖ്യകളുടെ എണ്ണം വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് ആവറേജ് കണ്ടെത്തുക. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് നോക്കിയാൽ പ്രിൻറ്റ് ചെയ്യുന്നതിന് ആവറേജ് ഓഫ് 3 നമ്പേഴ്സ് ഈക്വൽ ആവറേജ്, ഇവിടെ ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ ആവറേജ് ഇസ് ഈക്വൽ ടു, ആവറേജ് എങ്ങനെ വരണം എന്നൊരു ഇക്വേഷനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആവറേജ് ഇസ് ഈക്വൽ ടു ഈ 3 നമ്പറുകൾ കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുന്നത് ഇവിടെയാണ്, 3 നമ്പറുകൾ കൂടെ ആഡ് ചെയ്യുന്നത്. ഇത് ഇൻറ്റു മാർക്കാണ്, ഇത് ഇൻറ്റു മാർക്കാണ്. ഇവിടെ ബ്രാക്കറ്റ് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ 3 നമ്പേഴ്സും ആഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ ബ്രാക്കറ്റ് ഇല്ല എന്നുള്ളത് കൊണ്ടിട്ടാണ് ബി ഒഴിവാകുന്നത്. ഡിയിൽ ആവറേജ് ഇസ് ഈക്വൽ ടു നമ്പർ 1, num 2, num 3 ഡിവൈഡ് ബൈ 3. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്തൊരു ചോദ്യം പരിശോധിക്കാം. ഇവിടെ 2 നമ്പേഴ്സിൻ്റെ ആഡ് ചെയ്തും അതുപോലെ അതിൻ്റെ സബ്സ്ട്രാക്ഷൻ, ഗുണനഫലം, അതിൻ്റെ പ്രോഡക്റ്റ് അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന വരുന്നത്, അതുപോലെ അതിൻ്റെ ഡിവിഷൻ, ഈ 4
ബേസിക് കാൽക്കുലേഷൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ഇതിലേതാണ് കൃത്യമായിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്കറിയാം പ്ലസ്സിന് ഐക്കൺ പ്ലസ് തന്നെയാണ്, മൈനസിന് കൃത്യമായിട്ട് എല്ലായിടത്തും മൈനസ് തന്നെ വന്നിട്ടുണ്ട്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇൻറ്റു അല്ല സ്റ്റാറാണ് വരുന്നത്. ഇപ്പോൾ സ്റ്റാർ വരുന്നത് ഭാഗങ്ങൾ മാത്രം നമുക്ക് ഇത് ഒഴിവാക്കാം, ഇതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയില്ല. പിന്നെ അടുത്തത് വരുന്നത് ഡിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഡിവിഷന് വേണ്ടിയിട്ട് പെർസെൻറ്റേജ് അല്ല, ഈ ഒരു സൈനാണ് വരുന്നത് ഡിവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെയും അതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യുന്നതിന്. ഇവിടെ നമുക്കറിയാം SDPQ ഈ വേരിയബിൾസിലേക്ക് ഈ എയുടെയും ബിയുടെയും ഒക്കെ കാൽക്കുലേഷൻസ് കൊടുത്തിട്ട് അത് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഓരോന്നായിട്ട് പ്രിൻറ്റ് ചെയ്യണം. A+B പ്രിൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം -B A × B. അപ്പോൾ ആൻസർ ഇയും അതുപോലെ ബിയുമാണ് ശരിയായിട്ടുള്ള ഉത്തരം.